നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ടൈപ്പ് സാരിയാണ് നമ്മുടെ ക്രേപ്പ് ജോർജറ്റിൻ്റെ എന്താ പറയുക, ക്രേപ്പ് ജോർജറ്റിൻ്റെ നല്ല പ്യുവർ ക്രേപ്പ് ജോർജറ്റും കൂടെ വരുന്ന സാരിക്ക് 1700 എബോവ് റേറ്റ് ഉണ്ട്. അത് താന്നതുണ്ട്. അത് ജോർജറ്റിൻ്റെയും ക്രേപ്പിൻ്റെയും എല്ലാം ക്വാളിറ്റി വ്യത്യാസം അനുസരിച്ച് റേറ്റ് താഴുന്നുണ്ട്. പക്ഷേ എന്തിൽ പോലും 1400 രൂപയൊക്കെ ആവും. അതിൻ്റെ ഒരു മോഡൽ സാരി അതല്ല, ആ സാരിയല്ല, അതിൻ്റെ ഒരു മോഡൽ സാരി ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു മോഡൽ വന്നിരിക്കുക. ആ വന്നേക്കുന്നതിന് തനി ക്രേപ്പ് ജോർജറ്റ്, ഇപ്പോൾ 2 ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അന്ന് കാണിച്ചിരുന്ന ആ തനി ക്രേപ്പ് ജോർജറ്റിൻ്റെ ഒരു കോപ്പി പോലത്തെ ഒരു സാരി, പിന്നെ ഇത് വന്നിട്ട് ഇച്ചിരി ഗ്ലോ ഉണ്ട്, ഒരു ചെറിയ സിൽക്കി ഫീലുണ്ട് ചെറിയതായിട്ട്. പക്ഷേ ക്രേപ്പ് ജോർജറ്റിൻ്റെ ആ സാരി എടുക്കുന്ന പോലെ തന്നെ ആണ് ഇത്. അതിനനുസരിച്ച് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, അത്രയും ഡിമാൻഡുള്ള സാരി ആയിരുന്നത് കൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. കണ്ടോ, ഡാർക്ക് മെറൂൺ ആണ് കളറ്. ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം, ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. എങ്ങനെ, വലിയ ഫങ്ഷൻ വെയർ അല്ല, ഒരു സെമി ഫങ്ഷൻ വെയർ, ചെറിയ ഇതിനൊക്കെ ഇപ്പോൾ ചിന്ന ഒക്കെ ഉടുക്കാം. പിന്നെ എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. ഇതാണ് സാരി. നല്ല ഒതുങ്ങിക്കിടക്കും, ഒട്ടും ഇതായിട്ട് നിൽക്കത്തില്ല, മാനേജ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ബ്ലൗസ് വരുമ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു കുത്തു എന്ന് പറഞ്ഞ പോലത്തെ സാധനം വരുന്ന ബ്ലൗസ്. ഇതിൻ്റെ കുറച്ച് കളേഴ്സ് കാണിക്കാം. ബ്ലാക്ക്, നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ആണ്. ഒരു സിൽക്കി എഫക്റ്റ് ഉണ്ട് ഇതിൽ കേട്ടോ, ഒരു ചെറിയ ഗ്ലോ ഉണ്ട്. പക്ഷെ എന്നും കൊണ്ട് മെറ്റീരിയലിന് ആ ഒരു അങ്ങനെ പരിപരിപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മെറ്റീരിയൽ നോക്കുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ശരീരത്ത് കിടക്കുമ്പോൾ നല്ല കൂളാണ്. ബ്ലൗസ് കാണിക്കണ്ടല്ലോ. ഇത് അതിൻ്റെ ഡാർക്ക് നേവി ബ്ലൂ. ക്രേപ്പ് ജോർജറ്റിൻ്റെ വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാത്തിനും എന്താ പറയുന്നത് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഈ ക്രേപ്പിൽ ജോർജറ്റിൻ്റെ ഏറ്റവും രണ്ടും കൂടെ വരുമ്പോൾ ഏത് കളർ എടുത്താലും അതിൻ്റെ ഡീപ്പായിട്ടുള്ള മിക്സിങ്ങാണ് ഡൈയിങ് വരുന്നത്. ഡീപ്പായിരിക്കും. ഇപ്പം മെറൂൺ ആണെങ്കിൽ മെറൂണിൻ്റെ ഏറ്റവും ഡീപ്പ് കളറായിരിക്കും. ഇതിപ്പോൾ നേവി ബ്ലൂവിൻ്റെ നല്ല ഡീപ്പായിട്ടുള്ള നേവി ബ്ലൂ. ഒന്നിൻ്റെ ഗ്ലോയെ മുന്താണി എല്ലാത്തിൻ്റെയും സെയിം ആട്ടോ. ബോട്ടിൽ ഗ്രീൻ. മുന്താണിയും ബ്ലൗസും ഞാൻ കാണിക്കാത്ത വേറെ ഒന്നുമല്ല, സെയിം ആണ്. എല്ലാത്തിൻ്റെയും മുന്താണി സെയിം ആണ്, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെടുന്നുള്ളൂ. ഇതിൻ്റെ ഡിസൈനും സെയിം ആണ്, മുന്താണിയും സെയിം ആണ്, സ്റ്റഫും സെയിം ആണ്, ബ്ലൗസും സെയിം ആണ്. സെയിം അല്ലാത്ത തന്നെ കളർ മാത്രം. റെഡ്, ചില്ലി റെഡ്, നല്ല കളർ കേട്ടോ. ഭയങ്കര എടുപ്പ് കിട്ടുന്ന കളറാണ്. നല്ല റെഡാ, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന റെഡാ. ചില്ലി റെഡെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, ചില്ലി റെഡ് അല്ലേ, ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റില്ല. റെഡാ കേട്ടോ. ചില്ലി റെഡ് വരുമ്പോൾ ഒരു ഇച്ചിരി കൂടി ഡാർക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഡാർക്കല്ല, പക്ഷെ ഒരു ഭംഗിയുണ്ട്. റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, എടുത്ത് നിൽക്കുന്ന കളറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇനിയുണ്ടല്ലോ കാണിക്കുന്നത് ആ ഗ്ലോ ഇല്ലാത്ത, ഞാൻ നേരത്തെ കാണിച്ചെന്ന് പറഞ്ഞ ക്രേപ്പിൻ്റെ തനി സംഭവം. ഇത് എല്ലാവർക്കും ഓർമ്മ കാണും, വീഡിയോ എപ്പോഴും കാണുന്നവർക്കെല്ലാം അറിയാം. ഈ സാരിയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കുകയും റീസ്റ്റോക്ക് ചോദിക്കുകയും റീസ്റ്റോക്ക് കൊണ്ടുവരികയും. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്നൊന്നുമല്ല, ഇത് വന്നിട്ട് ഓണത്തിനൊക്കെ ഒത്തിരി മുന്നേ വന്ന വീഡിയോ കാണിക്കാൻ ഊഴം ആശാത്തിക്ക് ഇപ്പോഴേ എത്തിയെന്നേ ഉള്ളൂ. ഇതായത് ഇത് വന്നിട്ട് ആ ഗ്ലോ ഇല്ല, ഇങ്ങനെ ഇത് തന്നെ ഒരു ചെറിയൊരു ക്രേപ്പിൻ്റെ പരിവരിപ്പുണ്ട്. ജോർജറ്റാണ് എന്ന് പറയാം, ബാറ്റിക് പ്രിൻറ്റുമായിട്ട്. ഇതിനകത്തെല്ലാം ബാറ്റിക് പ്രിൻ്റ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ബ്ലൗസും അങ്ങനെ തന്നെ, ബാക്കിയെല്ലാം സെയിമാണ്. മെറ്റീരിയലിൻ്റെ സ്റ്റഫിലുള്ള ഒരു ചെറിയ വ്യത്യാസം. ഇതാ കൂടിയ ക്രേപ്പ് ജോർജറ്റിൻ്റെ വരികയില്ലേ, 1700 1800 റേറ്റിന് ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അതിൻ്റെ സെയിം ഇതാ
പ്രിൻറ്റും ഡിസൈനും കളറിങ്ങും എല്ലാം സെയിമാണ്. ഇത് വ്യത്യാസം വന്നിരിക്കുന്നത് സ്റ്റഫിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അന്നേരം അതിൻ്റെ നേർ പകുതിയിലും താഴെയുള്ളൂ റേറ്റ്. അത് 1700 1800 റേറ്റൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചിട്ടുള്ളത്. വേറെ റേറ്റിലുള്ളത് ഇറങ്ങുന്നുണ്ടാമായിരിക്കാം. ഈ പറഞ്ഞ പോലെ എല്ലാം ഒരേ മോഡൽ ഇറങ്ങുന്നു പറഞ്ഞ് എല്ലാം ഒരേ സാധനം ആയിരിക്കണമെന്നില്ല. മനുഷ്യർക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെ. അതിൻ്റെ സ്റ്റഫിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം കാണും. അല്ലാതെ ഒരാളും വില കുറഞ്ഞ സാധനം എടുത്തിട്ട് വില കൂടിയ സാധനമായിട്ട് അങ്ങനെ വിൽക്കാൻ എത്ര ദിവസം ഒരാളെ കബളിപ്പിക്കാൻ. എല്ലാവരെയും ഒരു പ്രാവശ്യം കബളിപ്പിക്കാം, ഒരാളെ എല്ലാ പ്രാവശ്യവും കബളിപ്പിക്കാം അല്ലേ? എല്ലാവരെയും ഒരു പ്രാവശ്യം കബളിപ്പിക്കാം, ഒരാളെ എല്ലാ പ്രാവശ്യവും കബളിപ്പിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ പ്രാവശ്യവും കബളിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് വില കൂടിയ സാധനത്തിൻ്റെ വിലയിട്ട് എന്നും കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും ഒരു സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിലേ അത് നിലനിന്ന് പോവുള്ളൂ. ബിസിനസ് പ്രത്യേകിച്ച് ഓൺലൈനിൽ നമുക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല, ഒരിടത്തും പറ്റത്തില്ല. ദൈവത്തിൻ്റെ നീതി നോക്കുന്നവർക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. അല്ലാതെ കാണിക്കുന്നവർക്ക് എന്തും കാണിക്കാമല്ലോ. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഇത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ കാണുന്നതാണ്. ഇതിന് എല്ലാവരും കാണിക്കുന്ന സാധനമാണ്. അപ്പം നമുക്ക് അതിനകത്തൊരു മായം ചേർക്കാനേ അല്ലെങ്കിൽ തന്നെ മായം ചേർക്കാൻ താല്പര്യമില്ല. ഞാൻ വലിയ ഗെയിമിയാണോ അല്ലെങ്കിൽ വലിയ സത്യസന്ധിയാണോ ഒന്നും പറയുമല്ല. ഞാൻ ദൈവത്തിൻ്റെ എന്താ പറയുന്നത്, എൻ്റെ അപ്പൻ്റെ മേത്ത് ഇനി ഒരു മുറിവും കൂടെ വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എല്ലാവരും ഓർക്കത്തില്ലേ എൻ്റെ അച്ഛൻ്റെ കാര്യം. എൻ്റെ അച്ഛന് അത് ഉറപ്പായിട്ടും ഇതിനകത്ത് പെടും. നമുക്ക് വേണ്ടി മുറിവേറ്റവനെ നമ്മൾ ഓർക്കണ്ടേ? ആരാ ഞാൻ പറയുന്നത് എന്നാന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്നൊക്കെ? നമുക്ക് വേണ്ടി മുറിവേറ്റ് ക്രൂശിൽ പിടഞ്ഞവനെ ഇനി ഒരു മുറിവും കൂടി ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ വിട്ടുള്ള ഒരു പരിപാടി എനിക്ക് താല്പര്യവും ഇല്ല. അതിനകത്ത് ആരെന്ത് തെറ്റിദ്ധരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് അവൾ വലിയൊരു കേമം പറയുന്നു. നമ്മുടെ ഗാന്ധിജി പറഞ്ഞോളെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞോലെ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ ദേഷ്യമൊക്കെ വരും കേട്ടോ സ്വാഭാവികമായിട്ടും. ചിലപ്പോൾ സമയത്ത് അത് ഈ ലേഡീസ് അയ്യോ ഞാനിങ്ങനെ ഇത് രണ്ടും ഒന്നാണോ പറയണ്ടേ? ഞാൻ വലിയ വർത്താനം ഒന്നാ ഇത് കാണിക്കണ്ടേ കേട്ടോ. ഇത് വർത്താനം കൂടിയുള്ള കുഴപ്പം. എന്തുവായിരുന്നു പറഞ്ഞേ? ഇത് വേറെയാ, കളറ് വേറെയാ, കളർ സെയിമാ, ഡിസൈൻ വേറെയാ. ഇതെന്നാന്നറിയാം ഈ കളർ കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത്. ഈ കളറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത്. ആ ക്രേപ്പ് സാരിക്കകത്ത് ഈ കളർ ഇതിൻ്റെ ഡാർക്കും വരും. എൻ്റെ ദൈവമേ, എന്തോ ഒരാൾക്കാർക്കായിരുന്നു ആവശ്യം. മുന്താണി കാണിച്ചില്ലല്ലേ, തിരിച്ചിട്ടാണ് കാണിക്കുന്നല്ലേ? ഏതെങ്ങനെയാ വർത്താനം കണ്ടോ? എന്താണ് കണ്ടോ? ബ്ലൗസ് എല്ലാത്തിനും ഇതാ. അതിനാണേലും ഇതിനാണേലും ബ്ലൗസ് ഇതൊന്നും തന്നെയാണ്. ഇതും അതും ഒന്നല്ലേ? ആണല്ലോ. ആ ബോട്ടിലേക്ക് ഞാൻ ഇരിക്കുന്നതിൻ്റെ കാര്യം ചോദിച്ചേ, ഒന്നല്ലേ? അപ്പോൾ ഒരെണ്ണം കാണിച്ചാൽ പോരെ? ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ കേട്ടോ, വേറൊന്നും വ്യത്യാസപ്പെടുന്നില്ലേ. ഇത്രേ ഉള്ളൂ. ഈ ടൈപ്പ് സാരി ഇത്രേ ഉള്ളൂ. ഈ സാരി അതായത് പറയാം ഒത്തിരി സാരി വന്നേ. ഇപ്പോൾ ഈ കൺഫ്യൂഷനാണ്, എന്നെ കാണിക്കണം ഏത് കാണിക്കണം ഇങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. ഇനി കുറച്ച് ചുരിദാർ സെറ്റ് കാണിച്ചാലോ? ബ്രാസോ ഷോൾ വരുന്നേ, അടിപൊളി ഷോളും അടിപൊളി ചുരിദാർ സെറ്റുമാണ്. എന്നാണെന്നറിയാവോ? പ്ലെയിനെ വന്നിട്ട് കോൺട്രാസ്റ്റ് ഷോൾ വരുമ്പോൾ നല്ലതാണ്. ഇത് ക്രേപ്പ് ജോർജറ്റിലാണ് ചുരിദാർ മെറ്റീരിയൽ. ഇങ്ങനെ ഒരു ഇത് കണ്ടോ? ഇത് പോഡ്ലി ബട്ടൺ അല്ല, ഇതല്ലാതെ മുത്താണെന്ന് തോന്നുന്നു. അതോ പോഡ്ലി ബട്ടൺ കേട്ടോ. പോഡ്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. ഇതിന് ലെങ്ത് ഉണ്ട് കേട്ടോ. അകത്തോട്ട് ഇതുണ്ടോ മടക്കി വെച്ചിരിക്കുന്നതാ. ഈ സാൻഡോൺ ആണ് ബോട്ടം. ഇതിപ്പോൾ ലെങ്ത് ഇല്ലെന്ന് ആരും ഓർക്കരുത്, ലെങ്ത് ഉണ്ട്. ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ഷോളാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഷോളിൻ്റെ ആ കോമ്പിനേഷനാണ്. ഇതുണ്ടോ നല്ല പ്രിൻറ്റഡ് ഷോള്, നല്ല നീളവും വീതിയും എല്ലാം ഉള്ള നല്ല പ്രിൻറ്റഡ് ഷോള് കണ്ടോ? അടിപൊളിയല്ലേ? നല്ല രസമാണ്. നല്ല സുഖമാണ് ഉപയോഗിക്കാനും നല്ല സുഖമാണ്. വേണമെങ്കിൽ ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ട് ഇടുകയും ചെയ്യാം, അലസമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല പീച്ച് ഡിസൈൻ വരുന്ന പ്രിൻറ്റഡ് ഷോള്. ഇനി അതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് വേറെ 1-2 ഷെയ്ഡും കൂടെയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ കസ്റ്റമേഴ്സിനെ കാണിച്ചേ ടേബിളിൽ കൂടെ എല്ലാം കിടക്കും, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. നമുക്കിതിപ്പോൾ ഈ ബ്രാസോ ഷോൾ വെച്ചിട്ടുള്ളത് എത്രാമത്തെ തവണയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ ആവശ്യക്കാരെ എപ്പോൾ വന്നാലും എല്ലാവർക്കും വേണം, എല്ലാവർക്കും ഇഷ്ടമാണ്.
അതുകൊണ്ട് ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അടുത്തത് പർപ്പിൾ ഷെയ്ഡ്. ഈ ഷോളുണ്ടല്ലോ, ഷിഫോണാണോ ജോർജറ്റാണോ തിരിച്ചറിയത്തില്ല, അങ്ങനെ ഒരു നല്ലൊരു മെറ്റീരിയലാണ് ഷോളിൻ്റെ കേട്ടോ. തീരെ കനം കുറവുമല്ല കനം കൂടുതലുമല്ല, നല്ല ഷോളാണ്. വേറെ പ്ലെയിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക്. വേറെ ഏതിനേലൊക്കെ ഇപ്പോൾ പീച്ച് കളർ ടോപ്പൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ചുമ്മാ ആകെ ഇച്ചിരി 3 സാരിയല്ലേ കാണിച്ചോളന്നോർത്ത് ഒരു 3-4 ചുരിദാർ സെറ്റും കൂടെ പെറുക്കിക്കൊണ്ട് വന്നു എങ്ങാണ്ടെന്ന്. എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ ബിസി അല്ലാത്തത്. ഇതിൻ്റെ കളർ എന്നാന്ന് ചോദിച്ചാൽ ബിസ്ക്കറ്റിൻ്റെയോ അല്ല ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. ഇതിന് വരുമ്പോൾ കോൺട്രാസ്റ്റ് വരും ഷോള്. റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബ്രാസോ ഷോള് പല റേറ്റിലുള്ളത് വരുന്നുണ്ട്. ഇതിന് ഇച്ചിരി എനിക്കറിയത്തില്ല, ഞാൻ റേറ്റ് നോക്കിയിട്ടല്ല പറയുന്നത്. ഇതിൻ്റെ സ്റ്റഫ് കാണുമ്പോൾ റേറ്റ് വ്യത്യാസം ഉള്ളതിൻ്റേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സ്ക്രീനിൽ റേറ്റ് വ്യത്യാസപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കരുതേ ഇതന്നെ ഒരേ സാധനത്തിന് പല റേറ്റെന്ന്. ഈ ഷോളിൻ്റെ സ്റ്റഫിലും ഇതിലൊക്കെ വ്യത്യാസമുണ്ട്, അതിൻ്റെ സ്റ്റഫിലും വ്യത്യാസമുണ്ട്. ഇത് അതാ പറഞ്ഞത്, റേറ്റ് കൂടിയതും കുറഞ്ഞതും വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് 3-4 പെറുക്കിക്കൊണ്ട് വന്നതാണ് ഒരുപോലെ ഇരിക്കുന്നത് കണ്ടിട്ട്. സത്യമായിട്ടും അത് കേട്ടോ. അവിടെ എല്ലാവരും നല്ല തിരക്കാണ്. അതല്ല ഞാൻ തന്നെ നിന്ന് ഈ കസർത്ത് കാണിക്കുന്നത്, അല്ല ഇവരിപ്പോൾ എടുത്തു തരുന്നതിന് ആരെങ്കിലുമേ. അതിനിപ്പോൾ ആരുമില്ല. തമ്പുരാൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ആകട്ടെ അല്ലേ. തിരക്ക് വേണമല്ലോ. ഓണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് 365 ദിവസം ഓണം. എല്ലാം ഓണമാണേലും എന്നെ ഓഫ് സീസൺ ആണെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമുക്ക് പുതിയ ഐറ്റം വരും. എൻ്റെ പോളിസി അതാ, എനിക്ക് എപ്പോഴും പുതിയ സാധനം വന്നുകൊണ്ടിരിക്കണം. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സാധനം വരുന്നിട്ട് ഡിസ്പ്ലേ ഇടുന്ന എനിക്ക് ഒന്നും ഇഷ്ടം ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നത്. എനിക്ക് എന്തോരം കണ്ടാലും മതിയാകത്തില്ല. പണ്ടേ തുണിപ്രാന്തി ഇച്ചിരി കൂടുതലാണ്. ഏതായാലും തമ്പുരാൻ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ച്. വട്ടും കൂടുതലാണോ? ആയിക്കോട്ടെ, വട്ടുള്ളവരാരും വട്ടുണ്ടെന്ന് സമ്മതിക്കാറില്ല. ഞാൻ സമ്മതിച്ചു, നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. കണ്ടോ, ഇതിൻ്റെയൊക്കെ റേറ്റ് വ്യത്യാസപ്പെട്ടായിരിക്കും, ആരും തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ സ്റ്റഫ് വ്യത്യാസമാകുമ്പോൾ ഷോളിൻ്റെ സ്റ്റഫ് വ്യത്യാസമുണ്ട്. ചിലത് ഇങ്ങനെ ഒരു തനി ബ്രാസോയുടെ ഒരു ഇത് വരുന്നുണ്ട്, ചിലത് ജോർജറ്റയിൽ വരുന്നുണ്ട്. ഇത് എല്ലാം ബ്രാസോ ഷോൾ അല്ല കേട്ടോ. ഞാൻ ബ്രാസോ ഷോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രാസോ ഷോൾ അല്ല. ഇത് കാണിച്ചത് ഇതിന് മുന്നിൽ കാണിച്ച ബ്ലാക്കും ബ്രാസോ ഷോളാണ്. അതിന് മുന്നേ വന്നത് എനിക്ക് തോന്നുന്ന മുഴുവൻ ജോർജറ്റാൻ്റെ ഷോളാണെന്ന് തോന്നുന്നത്. റേറ്റ് എനിക്ക് കാണാതെ അറിയത്തുമില്ല സത്യമായിട്ടും. അതെ, കൂടിയതും കുറഞ്ഞതും വന്നായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും കമൻറ്റൊക്കെ അയക്കണം കേട്ടോ, കമൻറ്റ് അയക്കണം. പിന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാമോ? പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്യാമോ? വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്കെല്ലാം വാട്സപ്പ് ഓക്കെ ആണെങ്കിൽ, ഇസബെല്ലായുടെ സാധനങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് മീൻസ് മേടിച്ചാലേ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നമ്മളൊരാൾക്കൊരു ഫേവർ ചെയ്ത് കൊടുക്കുമ്പം മനസ്സോടെ ചെയ്യുന്നതാണ് നല്ലത്. മനസ്സില്ലാതെ ആരും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. മനസ്സോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ബുട്ടിക്കാ, നല്ല ഒത്തിരി നല്ലതാന്നൊക്കെ പറയണം. എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്തു പേര് ഇപ്പോഴും 45% മേളിൽ യൂട്യൂബ് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെന്നും പറഞ്ഞു. ഈ 45% കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയായിരുന്നെങ്കിൽ അടിപൊളിയായേനെ അല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.